ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എ സിനെ കുറിച്ച് തന്നെയാണ്. എ സിന്റെ സർവീസും അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ്റെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പം നല്ല സീസണാണ്. അപ്പോൾ എ സിക്ക് ഭയങ്കര സെയിൽസ് ആണ്. ഇപ്പം നിങ്ങൾ ആമസോണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മിക്ക ബ്രാൻഡ് എ സികളും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇപ്പോൾ കുറേ എണ്ണം ആദ്യം റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കുറേ എണ്ണം ഭയങ്കര സെല്ലിംഗ് ആയിരുന്നു. വെച്ചാൽ എല്ലാവർക്കും ഇപ്പം നിങ്ങൾക്ക് അറിയാം ഭയങ്കര ചൂടാണ്. ഞാൻ ഇപ്പം തന്നെ കാറിൽ വരുന്നു. അപ്പോൾ കാറിൽ ടെമ്പറേച്ചർ നോക്കിയപ്പോഴാണ് കാണണം 42 ഡിഗ്രിയാണ് തൃശ്ശൂർ, 42 ഡിഗ്രി ഔട്ട് സൈഡ്. ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ടെമ്പറേച്ചർ എനിക്ക് കൂടി ഡെയിലി കൂടി വരിക തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു എ സി വാങ്ങിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു മെയിനായിട്ട് നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ് സർവീസും അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷനും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻസ്റ്റാളേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം മോസ്റ്റ്ലി ഒരു 99% എ സികളും നമുക്ക് ഇൻസ്റ്റാളേഷൻ സെപ്പറേറ്റ് ആണ്. അതായത് നമുക്ക് എ സി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചാർജ് കൊടുക്കേണ്ടി വരും. നോർമലി അത് ബ്രാൻഡ് തന്നെ ചെയ്യാം. നിങ്ങൾ ഓൺലൈൻ വാങ്ങിച്ചാലും ഓഫ്ലൈൻ വാങ്ങിച്ചാലും ബ്രാൻഡ് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ എ സി വാങ്ങിക്കുമ്പോൾ അത് ഓൾറെഡി നമ്മുടെ ആരാണോ സെല്ലർ അവർ ഓൾറെഡി ഇത് രജിസ്റ്റേർഡ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ബ്രാൻഡ് കോൺടാക്ട് ചെയ്ത് നമ്മുടെ അഡ്രസ് നോക്കിയിട്ട് അവർ വരിക. അപ്പോൾ അത് ഓഫ്ലൈൻ വാങ്ങിച്ചാലും ഓൺലൈൻ വാങ്ങിച്ചാലും ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങളിത് അതിന് വേണ്ടിയിട്ട് ഓഫ്ലൈൻ പോയി വാങ്ങിക്കുന്നത് വേണ്ട. എന്ന് വെച്ചാൽ ഓഫ്ലൈനിൽ കുറേ പറ്റിപ്പ് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെച്ചാൽ അവർ നമ്മളെ കൊണ്ട് പഴയ സ്റ്റോക്ക് അല്ലെങ്കിൽ പഴയ ഓൾഡ് സ്റ്റോക്കൊക്കെ നമുക്ക് പ്രൈസ് കുറഞ്ഞു വന്നിട്ട് അവർക്ക് നല്ല ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ല മോഡൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണോ പ്രൈസ് കുറവ് അവിടെ നോക്കി വാങ്ങിച്ചാൽ മതി. ഞാൻ എന്തായാലും കുറച്ച് നമ്മുടെ ആമസോണിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഞാനെല്ലാം നമ്മുടെ ആമസോൺ ത്രൂ തന്നെ വാങ്ങിക്കാറ്. ഇപ്പോൾ എൻ്റെ എ സി ആയിക്കോട്ടെ, ഇപ്പോൾ വീട്ടിലത്തെ വേറെ എ സികളായിക്കോട്ടെ, എല്ലാം നമ്മൾ ഓൺലൈൻ ആമസോൺ ത്രൂ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ എ സി മാത്രമല്ല, ടി വി അതുപോലെ തന്നെ ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ നമുക്ക് അതിലും റേറ്റ് കുറഞ്ഞിട്ടാണ് ഓഫറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ നമ്മൾ ഓഫ്ലൈൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു 5% 5% to 10% തന്നെ നമുക്ക് ഡിഫറൻസ് റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഓഫ്ലൈൻ പോകേണ്ട ആവശ്യമില്ലല്ലോ, സാധനം വീട്ടിലെത്തുമല്ലോ. അപ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് നോക്കി ഓഫ്ലൈൻ അഥവാ എന്താ പറയുക ഓപ്പൺ ബോക്സ് ഒരുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫ്ലിപ്കാർട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, എന്നാലും നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻസ്റ്റാളേഷൻ നോർമലി 1500 രൂപയാണ് നോർമലി മിക്ക എല്ലാ ബ്രാൻഡുകളും ചാർജ് ചെയ്യുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ബ്രാൻഡാണ്. 1500 തൊട്ട് 2500 രൂപ വരെയൊക്കെ വരാറുണ്ട്. അതിൽ നമുക്ക് എന്തായാലും വേറെ ഒരു എക്സ്ട്രാ ചാർജ് വരാൻ പോകുന്നത് നമ്മുടെ സ്റ്റാൻഡിനായിരിക്കും. നിങ്ങൾ സ്റ്റാൻഡിൽ പോയിട്ട് മൗണ്ട് ചെയ്യാനാണെങ്കിൽ ഒരു 1000 രൂപ to 750 രൂപ തൊട്ട് 1000 രൂപ വരാറുണ്ട് സ്റ്റാൻഡിനൊക്കെ. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ നല്ല സ്റ്റാൻഡ് വാങ്ങിച്ചു വയ്ക്കുക. എന്ന് വെച്ചാൽ വില കുറഞ്ഞ് നോക്കിയുള്ള സ്റ്റാൻഡ് വാങ്ങിച്ചു വെക്കണം. എന്ന് വെച്ചാൽ അത് തുരുമ്പിടിച്ച് പോയിട്ട് ഈ ചിലപ്പോൾ നിലത്ത് വീഴാൻ വരെ ചാൻസ് കൂടുതലാണ്. ഇതേപോലെ എൻ്റെ വീട്ടിലല്ല, എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ഇതുപോലെ സംഭവിച്ചു. പഴയ എ സി ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഓൾഡ് മോഡൽ നമ്മുടെ കോട്ടിങ്ങും സംഭവമൊന്നും ഇല്ലാത്തൊരു സ്റ്റാൻഡായിരുന്നു. അത് തന്നെ തുരുമ്പിടിച്ചിട്ട് അതിൻ്റെ സ്ക്രൂ, അത് ശരിക്കും എ സി നമ്മുടെ സ്റ്റാൻഡിലേക്ക് സ്ക്രൂ ചെയ്യും. ആ സ്ക്രൂവിൻ്റെ ഭാഗം പൊട്ടിപ്പോയി. അപ്പോൾ നല്ല കാറ്റ് വന്നപ്പോൾ എ സി വെച്ച് വീണില്ല, ഭാഗത്തിന് കാരണം ചിരിഞ്ഞു. ഒരു ഭാഗത്ത് സ്ക്രൂ ഉണ്ടായിരുന്നത്. കാരണം അപ്പം നല്ല സ്റ്റാൻഡ് നോക്കി വാങ്ങിക്കുക. അതിൽ നിങ്ങൾ അങ്ങനെ പിശുക്കാൻ നോക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ 250 രൂപയൊക്കെ ഡിഫറൻസ് വരുള്ളൂ. അപ്പോൾ നല്ല സ്റ്റാൻഡ് ക്വാളിറ്റി, അവർ നോർമലി വരുന്ന ആൾക്കാർ 2 ടൈപ്പ് സ്റ്റാൻഡ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡ് മാത്രം നോക്കി വെക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2000 to 2500 വരെ നമുക്ക് എക്സ്ട്രാ എ സിയുടെ ചാർജ് അല്ലാണ്ട് ഇൻസ്റ്റാളേഷൻ ചാർജ് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ എ സി വാങ്ങിക്കുമ്പോൾ നല്ല ലാഗ് വരുന്നുണ്ട്. എ സി ഫിറ്റ് ചെയ്യാൻ ഇൻസ്റ്റാളേഷൻ അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, ഇപ്പോൾ പാനസോണിക് ആയിക്കോട്ടെ, വോൾട്ടസ് ആയിക്കോട്ടെ, ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, എല്ലാത്തിനും നല്ലൊരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. അത് അത്രയ്ക്കും ബിസിയാണ് അവർ. ഇൻസ്റ്റാളേഷൻ ടീമുകളൊക്കെ ഭയങ്കര ബിസിയാണ്. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ നമ്മളൊരു ഷോർട്ട്സ് ഇട്ടുണ്ട്. നമ്മളൊരു വോൾട്ടാസിൻ്റെ എ സി, എൻ്റെ വൈഫിൻ്റെ വീട്ടിലൊരു 3ാമത്തെ എ സി നമ്മുടെ വോൾട്ടാസിൻ്റെ എ സി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ അവർ പറയുന്നത് 1 വീക്കാണ്. അപ്പോൾ അത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ട് പോയാൽ മതിയിട്ടാണ്. മിനിമം 2 days to up to 1 week നോക്കിയാൽ മതി. എന്നുവെച്ചാൽ പെട്ടെന്ന് കിട്ടുന്നത് അപ്പം അന്ന് തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കും. എന്നുവെച്ചാൽ അത് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കമൻറ്റുകൾ കണ്ടു. നമ്മൾ പാനസോണിക് എ സി വാങ്ങിച്ചു ഇതുവരെയായിട്ട് ആരും വിളിച്ചിട്ടില്ല ഇൻസ്റ്റാളേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സെയിൽസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബിസിയാണ് ഇവർ. അപ്പോൾ ടൈം എടുക്കാട്ടെ, അത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു എ സി പുതിയത് മാറ്റി വയ്ക്കാൻ പോകുന്നതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പുതിയ എ സി ഊരി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആ പുതിയ എ സി വാങ്ങിച്ചിട്ട് പഴയ എ സി ഊരി വെച്ചിട്ട് പഴയ എ സി ചിലപ്പോൾ കിട്ടിയിട്ട് ഇൻസ്റ്റാളേഷൻ ആവാൻ ചിലപ്പോൾ ഒരു മാസം എടുക്കും, ഒരു ആഴ്ച എടുക്കും. അപ്പോൾ അത്രയും നേരം നമ്മൾ ചൂട് രക്ഷയില്ലാണ്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. അങ്ങനെ ഒരു കുഴപ്പം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി വരാൻ പോകുന്നത് സർവീസാണ്. അപ്പോൾ സർവീസ് ഏത് ബ്രാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 100% അല്ലെങ്കിൽ 95% എല്ലാം സൂപ്പറാണെന്നൊന്നും പറയാൻ പറ്റില്ല. ബെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാനസോണിക്കും LG തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇപ്പോൾ സർവീസ് നമ്മളെ കൊടുക്കുന്നത്. അതും ഡിപ്പെൻഡ്സ് അപ്പോൾ ഒരു 80% ഒക്കെ ഏരിയസിലും നല്ല സർവീസ് സംഭവം, ഇപ്പോൾ എൻ്റെ ഏരിയസിലൊക്കെ നല്ല സർവീസ് സംഭവം കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് കമ്പനി സർവീസ് തന്നെ വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ ഈ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഇപ്പോൾ പാനസോണിക്കും അതുപോലെ തന്നെ LG ആണെങ്കിൽ അവർ ഓൾമോസ്റ്റ് എല്ലാ ഏരിയസിലും ഡയറക്റ്റ് സർവീസാണ്. അതല്ലാണ്ട് തന്നെ ഈ ബ്രാൻഡുകൾ കുറേ തേർഡ് പാർട്ടി സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏരിയയിലാണ് ഏറ്റവും പ്രോബ്ലം വരുന്നത്. അപ്പോൾ അത്രയും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ഏരിയസിലും ഡയറക്റ്റ് സർവീസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഏരിയസിലൊക്കെ അവർ
തേർഡ് പാർട്ടി ഏജൻസിക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഏജൻസി സർവീസ് വരുമ്പോഴാണ് ചില സ്ഥലത്തൊക്കെ ബോർ ആവുന്നതും അവർ വരാത്തതും എക്സ്ട്രാ ചാർജ് വാങ്ങിക്കുന്നതും അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് നമ്മളൊക്കെ വരുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെയും ബെറ്റർ ഞാൻ പറഞ്ഞല്ലോ, പിന്നെയും ബെറ്റർ ഇപ്പോൾ LG പാനസോണിക് തന്നെയാണ്. നമ്മുടെ ഡേക്കിനും വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ത്യൻ ബ്രാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ്, ഗോദ്രേജ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. ഗോദ്രേജ് മിക്ക ഏരിയസിലും, അത് മിക്ക ഏരിയസ് അല്ല, ഒരു 95% അവർ കൊടുക്കുന്നത് തേർഡ് പാർട്ടി സർവീസുകളാണ്. എന്ന് വെച്ചാൽ അവർക്ക് നോക്കി നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കി റെഫറൻസ് സംഭവം ചെയ്ത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ AC ബ്രാൻഡുകളുടെ മാർക്കറ്റ് ഷെയർ. ഇപ്പോൾ ഗോദ്രേജിൻ്റെ ഒക്കെ കമേഴ്ഷ്യൽ മാർക്കറ്റ് ഷെയറും കൂടി ചേർന്നാൽ തന്നെ ഒരു 5% താഴെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര സെയിൽസ് നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡയറക്റ്റ് സെയിൽസ്, കമ്പനി സെയിൽസ് വെച്ചാൽ മുതലാവില്ല. അപ്പോൾ അവർ ഡയറക്റ്റ് തേർഡ് പാർട്ടി സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഗോദ്രേജിൻ്റെ പ്രൈസിലൊക്കെ നിങ്ങൾക്ക് അതിനായിട്ടും ബെറ്റർ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഗോദ്രേജിൻ്റെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഗോദ്രേജിൻ്റെ നിങ്ങൾ എന്താ പറയുക അൽമാരി സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചാൽ മതി. അവർ അതിനാണ് സ്പെഷ്യലൈസർ ഉള്ളത്. അല്ലാണ്ട് അവർ ഇലക്ട്രോണിക്സിന് സ്പെഷ്യലൈസർ ഒന്നുമല്ല. അവർ തുടങ്ങിക്കുന്ന കമ്പനിയും അതുപോലെ തന്നെ അവർ ക്ലിക്കായി പ്രൊഡക്ട്സുകളൊക്കെ എന്താ പറയുക ഇതങ്ങനത്തെയാണ്, ഇലക്ട്രോണിക്സിലല്ല. പിന്നെ ഗോദ്രേജിൻ്റെ അത്യാവശ്യം നല്ല പ്രൊഡക്ട്സുകൾ വരുന്നത് ലോക്കുകളും അതുപോലെ തന്നെ സേഫുകളൊക്കെയാണ്. അല്ലാണ്ട് ഇലക്ട്രോണിക്സ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ട്സുകളൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് ഏത് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, ഇപ്പോൾ AC ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും പ്രോഡക്ട്സ് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അതേ റേഞ്ചിലാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേറെ AC എന്താ പറയുക പ്രൊഡക്ട്സുകളിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുണ്ട്. അങ്ങനത്തെ പ്രൊഡക്ട്സ് വാങ്ങിച്ചു നോക്കിയായിരിക്കും നല്ലത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഗോദ്രേജായിട്ട് പിന്നെയും ഭേദം വോൾട്ടാസും കാര്യമായിരിക്കും. ടാറ്റ ബ്രാൻഡാണ്. വോൾട്ടാസിന് ചെറുതായിട്ട് സർവീസ് ഇഷ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ലോയിഡ് കുഴപ്പമില്ലാത്തതാണ്. ഹെയർ നല്ല കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ഹെയർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നല്ല ബ്രാൻഡുകൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത റിസർച്ചും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലും എന്താ പറയുക റിലേറ്റീവ്സിലും എല്ലാത്തിലും ഉപയോഗിച്ച ബ്രാൻഡുകളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പാനസോണിക്, LG, ഡേക്കിൻ, സാംസങ് ചില മോഡൽസ് കൊള്ളാം. വിൻഡ് ഫ്രീ എന്നൊക്കെ ഒരു മോഡൽ ഉണ്ട്, അതൊന്നും എടുക്കണ്ട. അതിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. അത് ലേറ്റസ്റ്റ് ഇറങ്ങിയ മോഡലാണ്, അത് എടുക്കണ്ട. സർവീസും കുഴപ്പമില്ലാത്ത സാംസങ് സർവീസ് കിട്ടുന്നുണ്ട്. ഇപ്പം എൻ്റെ ഇതിലൊക്കെ നല്ല സർവീസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ മിസ്തുബിഷി, അത് പക്ഷേ നല്ല എക്സ്പെൻസീവ് ആണ്, അത് വേറെ കാര്യം. അതിന് നമുക്ക് എക്സ്ട്രാ ഇൻസ്റ്റലേഷൻ ചാർജും അതുപോലെ തന്നെ ആ പൈപ്പിനൊക്കെ നമ്മൾ എക്സ്ട്രാ വേറെ കാശ് കൊടുക്കണം. അപ്പം നല്ല എക്സ്പെൻസീവ് വരും. 110 തന്നെ ചിലപ്പോൾ 45-ൻ്റെ മുകളിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല ഇടിവെട്ട് സാധനമാണ്, അത് പറയണ്ട. ഹെവി ഡ്യൂട്ടി AC-കളാണ് അതൊക്കെ. മിസ്തുബിഷി ജനറലിൻ്റെ AC സൂപ്പറാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു മിഡിൽ കാറ്റഗറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ്, ലോയിഡ്, പിന്നെയും കുറേ എനിക്ക് എല്ലാ പേരും കിട്ടുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. പിന്നെ കാരിയറിൻ്റെ നല്ലതാണ്. കാരിയറിൻ്റെ ഞാൻ ഫസ്റ്റ് കാറ്റഗറിയിലും എടുത്തു. പിന്നെ അതൊക്കെയാണ് പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത്. അത്യാവശ്യം ക്ലിക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം. പിന്നെ കുറേ ക്രൂസിൻ്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ റീബ്രാൻഡ് സാധനങ്ങളാണ്. ഗോദ്രേജിൻ്റെ മിക്ക എല്ലാം റീബ്രാൻഡ് തന്നെയാണ് കേട്ടോ. അവരൊന്നും ഡയറക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല, റീബ്രാൻഡിങ് ആണ് എല്ലാം. ഒരു ലോക്കൽ മാനുഫാക്ചർ ഉണ്ടായിരിക്കും. അവരെന്ന് ഇവരുടെ എന്താ പറയുക ഇവരുടെ പ്രോഡക്ട്സുകൾക്ക് ഓരോ ബ്രാൻഡുകൾക്ക് ഓരോ ഇതുണ്ടായിരിക്കും, ഓരോ ഫീച്ചേഴ്സ് ഇത് വേണം, അങ്ങനത്തെ സംഭവങ്ങൾ വേണം. അതൊക്കെ മീറ്റ് ചെയ്യുന്നെങ്കിൽ അവരത് എടുത്തിട്ട് റീബ്രാൻഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നോർമൽ മിക്ക AC ബ്രാൻഡുകളും ചെയ്യുന്നത്. ഇപ്പോൾ പാനസോണിക് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഫാക്ടറി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഡയറക്റ്റ് ഉണ്ടാക്കുന്നത്, LG ഡയറക്റ്റ് ഉണ്ടാക്കുന്നതാണ്, ഡേക്കിൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. വോൾട്ടാസ് ഉണ്ടാക്കുന്നതാണ്. വോൾട്ടാസും കുറേ ഷെയറൊക്കെ അവർ ഡയറക്റ്റ് ഉണ്ടാക്കുന്നതാണ്, കുറേയൊക്കെ അവർ ഇതേപോലെ തന്നെ റിസോഴ്സ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇൻസ്റ്റാളേഷനും സർവീസും നോക്കാൻ മറക്കണ്ടാവും. നമുക്കൊരു പ്രൊഡക്റ്റാണ്, ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റാണ്, നമുക്ക് എന്തായാലും അതിൻ്റെ സർവീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സർവീസ് എടുത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് സർവീസിലാണ് ഇത് സാധനം എപ്പോൾ വേണമെങ്കിൽ കംപ്ലൈൻറ്റ് വരാം, അത് പറയാനൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാം ഹ്യൂമൻ മെയ്ഡാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ കംപ്ലൈൻറ്റ്, ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, എപ്പോൾ വേണമെങ്കിൽ കംപ്ലൈൻറ്റ് വരാം. എപ്പോൾ അതിന് മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് AC-നെ കുറിച്ച് കുറേ മെയിൻ്റനൻസ് പോയിന്റ് സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കിട്ടുന്നത് കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് കാണാം.